ചാർധാം തീർത്ഥാടനത്തിന് മെയ് 2-ന് തുടക്കം. കേദാർനാഥ് ക്ഷേത്രം മെയ് 2-ന് തുറക്കും. ബദ്രിനാഥ് ക്ഷേത്രം മെയ് 4-ന് തുറക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ഇരു ക്ഷേത്ര കമ്മിറ്റികളും അറിയിച്ചു. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യവും പരിപാവനവുമാണ് ചാർധാം യാത്ര. ഇതിൽ ആദ്യത്തെ 2 ക്ഷേത്രങ്ങൾ കേദാർനാഥും ബദ്രിനാഥിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇരു ക്ഷേത്ര കമ്മിറ്റികളും അറിയിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളുമാണ് നിലവിൽ സജ്ജമായിരിക്കുന്നത്? രോഹിണി, ചാർധാം തീർത്ഥാടനത്തിന് അടുത്ത മാസം 2-ാം തീയതിയാണ് തുടക്കമാകുന്നത്. കേദാർനാഥ് ക്ഷേത്രമാണ് ആദ്യം നട തുറക്കുക. മെയ് മാസം 2-ാം തീയതി കേദാർനാഥ് നട തുറന്ന് തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കും. അതിനുശേഷം മെയ് മാസം 4-ാം തീയതിയാണ് ചാർധാം തീർത്ഥാടനത്തിലെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ ബദ്രിനാഥ് നട തുറക്കുന്നത്. ചാർധാം നമുക്കറിയാം, യമുനോത്രി, ഗംഗോത്രി, അതുപോലെ തന്നെ ബദ്രിനാഥ്, കേദാർനാഥ് എന്നീ 4 പ്രധാനപ്പെട്ട ധാമുകൾ എല്ലാ വർഷവും തീർത്ഥാടകർ സന്ദർശിക്കുന്ന തീർത്ഥാടനമാണ് ചാർധാം തീർത്ഥാടനം. 6 മാസക്കാലമാണ് ഈ ക്ഷേത്രങ്ങളിൽ പൂജ നടക്കുന്നത്. ബാക്കി സമയങ്ങളിൽ ദേവപൂജ എന്ന സങ്കല്പത്തിൽ ശൈത്യകാലം ശക്തമാകുന്ന ഘട്ടങ്ങളിൽ നട അടച്ചിടുന്നതാണ് പതിവ്. എന്തായാലും അടുത്ത മാസം 2-ന് ഈ തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുകയാണ്. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.